നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിന് തീരാ നോവായിരിക്കുകയാണ് വയനാട്ടിലെ ജൻസൺ എന്ന യുവാവിന്റെ മരണം. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജൻസൺ. സെപ്റ്റംബർ 10 നടന്ന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജൻസൺ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ജൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൽപ്പറ്റയിലെ ആശുപത്രിയിൽ എത്തിച്ച് ശ്രുതിയെ കാണിച്ചു. തുടർന്ന് അമ്പലവയൽ ഗ്ലോറിസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. നാടൊന്നാകെ ജൻസന് വിട പറയാൻ കണ്ണീരോടെ ഉണ്ട്. CB അനുമോദ് ചേരുന്നു അമ്പലവയലിൽ നിന്നും. അനുമോദ്, ഏറെ വൈകാരികമായിട്ടുള്ള കാഴ്ചകളാണ് ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിഞ്ഞത്. അതായത് തൻ്റെ പ്രിയപ്പെട്ടവൻ അവസാനമായി യാത്ര നൽകിയ ശ്രുതിയുടെ ആ കാഴ്ച. ഇത് ഇപ്പോഴും മലയാളികൾക്കൊന്നടങ്കം ഏറെ വേദനിപ്പിക്കുന്നൊരു വാർത്തയായിരുന്നു ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നത്. പൊതുദർശനം ആരംഭിച്ചോ? ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ ഈ ജൻസന് അന്ത്യയാത്ര നൽകാൻ ഒരു നാടൊന്നാകെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു? ടോം, നമ്മളുള്ളത് ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലാണ്. നമുക്ക് മുൻപിലാണ് ജൻസന്റെ ഭൗതിക ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, നാട്ടുകാർ, അദ്ദേഹത്തെപ്പറ്റി കേട്ടറിഞ്ഞവർ, ജൻസനെയും ശ്രുതിയെയും പറ്റി മനസ്സിലാക്കിയവർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ ഈ ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് സമയം മുൻപ് തന്നെ ജൻസനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ഇവിടെ നൂറുകണക്കിന് ആളുകളാണ് കാത്ത് നിൽക്കുന്നത്. ഏറ്റവും ഹൃദയഭേദകമാണ് ഈ ഒരു കാഴ്ചകൾ. അതുതന്നെ നമ്മൾ അല്പസമയം മുൻപ് ശ്രുതി ജൻസനെ അവസാനമായി കണ്ട ആ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല തൻ്റെ പ്രിയപ്പെട്ടവനെന്ന് ആ പെൺകുട്ടി അറിഞ്ഞ നിമിഷം തനിക്ക് അവസാനമായി ജൻസനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ആ കുട്ടിയുടെ അവസാനത്തെ ജൻസനോടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബന്ധുക്കൾ സാഹചര്യമൊരുക്കുകയും അങ്ങനെ ജൻസന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക്, കൽപ്പറ്റയിലെ ശ്രുതി ചികിത്സയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ജൻസന്റെ മൃതദേഹം കിടത്തിയതിനോട് ചേർന്നൊരു സ്ട്രെച്ചറിൽ എത്തിയാണ് ശ്രുതി കണ്ടത്. ശ്രുതിയും ചികിത്സയിലാണ്. തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താത്ത, തൻ്റെ എല്ലാമാണെന്ന് ആ പെൺകുട്ടി തിരിച്ചറിഞ്ഞ ആ നിമിഷം, അത് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ തൊണ്ടയിടറും, കണ്ണു നിറയും. കാരണം ഒരു മഹാദുരന്തത്തിൽ നിന്നും ആ പെൺകുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏക കൈത്താങ്ങായിരുന്നു ജൻസൺ. പ്രണയം, അവരുടെ ബന്ധം, അതായിരുന്നു ആ കുട്ടിക്ക് കരുത്ത് നൽകിയത്. എല്ലാത്തിനും അപ്പുറം അവരെ ഒന്നിപ്പിക്കുവാൻ ഇരു കുടുംബങ്ങളും തയ്യാറായി. തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് ശ്രുതിയെ കൊണ്ടുവന്ന് അവൾക്ക് സുരക്ഷ നൽകുവാനും അവൾക്ക് നഷ്ടമായതെല്ലാം തന്നാൽ കഴിയുന്ന രീതിയിൽ തിരിച്ചു നൽകുവാനും അവളെ സദാ സുരക്ഷിതയായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ ജൻസൺ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി അതിക്രൂരമാണ്. അത് ആരോ പണ്ട് പറഞ്ഞതുപോലെ രംഗബോധമില്ലാത്തൊരു കോമാളിയായി എല്ലാവരെയും കരയിപ്പിക്കുകയാണ്, എല്ലാവരെയും വേദനയിലാഴ്ത്തുകയാണ്, തീവ്ര ദുഃഖത്തിലാഴ്ത്തുകയാണ്. വാക്കുകൾ കൊണ്ടൊക്കെ നമുക്കിതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തത്ര ദുഃഖം. ഒരു ദുരന്തത്തെ മുഴുവൻ നമ്മൾ കണ്ടറിഞ്ഞതാണ്, തൊട്ടറിഞ്ഞതാണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവരോടൊപ്പം നിന്ന് അവരുടെ വേദന നമ്മുടെ വേദനയായി നമ്മൾ കണ്ട് അവർക്കെല്ലാം കഴിയും വിധത്തിലൊക്കെ സഹായങ്ങൾ നൽകി. പക്ഷേ ഈ ഒരു ദുഃഖം
ആ ദുരന്തത്തിൻ്റെ അതിജീവിച്ച ആ ശ്രുതി എന്ന ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ദുഃഖത്തെ നമുക്കൊന്നും എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് പറയാനാകില്ല. അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. ആ കുട്ടി എങ്ങനെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചെത്തുമെന്നുള്ളത്. ഏറെ വേദനയോടെയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവൻ ഇന്ന് ലോകത്തിലില്ല എന്ന ആ കുട്ടി തിരിച്ചറിഞ്ഞ ആ നിമിഷം അവർ അവസാനമായി ജെൻസിനെ സ്ട്രെച്ചറിലെത്തി കണ്ട ആ ദൃശ്യങ്ങൾ അത് കണ്ണു നനയാതെ ആർക്കും കാണാനാകില്ല. അത്രമാത്രം ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണ്. ഇപ്പോൾ ആംബുലൻസിൽ ഇവിടെ എത്തിച്ച ജെൻസിൻ്റെ മൃതദേഹം ഗ്ലോറീസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം നടക്കുകയാണ്. ഈ നാട്ടുകാർക്ക് ജെൻസൺ പണ്ട് മുതലേ അറിയുന്നവനാണ്, അവർക്ക് പ്രിയപ്പെട്ടവനാണ്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവനാണ്, പൊതുപ്രവർത്തകനാണ്, DYFIയുടെ സജീവ അംഗമാണ്. അങ്ങനെ പല തലങ്ങളിൽ ഈ നാടിനോട് ചേർന്ന് നിൽക്കുന്ന ആളായിരുന്നു ജെൻസൺ. പക്ഷേ ജെൻസൺ ഈ നാടിനപ്പുറത്തേക്ക് ലോകത്തിനെല്ലാം പ്രിയപ്പെട്ടവനായത് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ ശ്രുതിയെ ചേർത്ത് പിടിച്ച് ഇനി ഇവൾക്ക് ഞാനുണ്ട്, ഇവൾക്ക് എല്ലാം ഞാൻ നൽകുമെന്നും ഇവളെ സുരക്ഷിതയാക്കുമെന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞപ്പോഴും അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചത് കണ്ടപ്പോഴുമാണ് ആ കരുത്ത്, ആ ഒരു വാക്കിൻ്റെ ബലം അത് നമുക്കെല്ലാം നൽകിയത് ഒരുപാട് ആശ്വാസമായിരുന്നു. കാരണം ഒരു ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നില്ലല്ലോ, അവർ കൂടെയുണ്ടല്ലോ, നമ്മളെപ്പോലെ തന്നെ ഒരാളാണല്ലോ, അവർക്കിനി ഒരാളെങ്കിലും കൂട്ടുണ്ടാകുമല്ലോ. അതിനപ്പുറം പ്രണയത്തിൻ്റെ ഒരു വലിയ തലം നമ്മൾ കാണുകയുണ്ടായി. ഒറ്റപ്പെട്ടു പോയ തൻ്റെ കാമുകിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരുമിച്ച് ഇനി ഇതിനെല്ലാം അതിജീവിക്കുമെന്ന് ജെൻസൺ അവളെ ചേർത്ത് നിർത്തി പറയുമ്പോൾ എല്ലാ വേലിക്കെട്ടുകൾക്കും അപ്പുറം അവർ ഒന്നിക്കുന്നത് കാണുവാൻ നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് അതിനുള്ളൊരു ഭാഗ്യം ആ കുട്ടിക്കും ഉണ്ടായില്ല. നമുക്ക് ആർക്കും ഈ ഒരു വേദനയെ എങ്ങനെ വിവരിക്കണമെന്ന് അറിയുകയില്ല. ഇപ്പോൾ ജില്ലാ കളക്ടർ, അതേപോലെ MLA P. സിദ്ദിഖ് ഇവരൊക്കെ ഇവിടെ എത്തി ജെൻസൺ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നുണ്ട്. ജെൻസൻ്റെ സഹോദരൻ ജെയ്സൺ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനോട് അടുത്ത് തന്നെ ചേർന്ന് നിന്ന് തേങ്ങിക്കരയുന്നുണ്ട്. എല്ലാവരും എങ്ങനെ ഈ ഒരു നിമിഷത്തെ അതിജീവിക്കുമെന്ന് പറയാനാകില്ല. ഇതൊക്കെ കടന്നു പോകട്ടെ, ഇതെല്ലാം മറികടക്കാൻ അവർക്ക് ആ ഒരു കുടുംബത്തിന് ധൈര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം നമുക്ക് പറയാനാകും. ജെൻസൻ്റെ അമ്മയുടെ അവസ്ഥയും വളരെ മോശമാണ്. അമ്മയും ഈ ഒരു മരണവാർത്ത അറിഞ്ഞത് മുതൽ അതീവ ദുഃഖത്തിലാണ്. എങ്ങനെയായിരിക്കും അവർ ഇതൊക്കെ ഉൾക്കൊള്ളുക എന്ന് ഇപ്പോഴും ആർക്കും പറയാൻ കഴിയില്ല. അത്രമാത്രം വേദനാജനകമാണ് ഈ ഒരു ആണ്ടൂരിലെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ. തൊണ്ടയിടറാതെ നമുക്കിത് റിപ്പോർട്ട് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ടോമുള്ളത്. കാരണം ഇവർ നീന്തിക്കയറിയ ആ ഒരു ദുരന്തത്തിൻ്റെ ആഴം അത് നമ്മളെല്ലാം കണ്ടറിഞ്ഞതും തൊട്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒക്കെയാണ്. അങ്ങനെയാണ് ജെൻസൻ്റെയും ശ്രുതിയുടെയും ജീവിതം നമുക്ക് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒന്നായി മാറിയത്. ശ്രുതിയും ജെൻസനും എല്ലാത്തിനും അപ്പുറം ഒരുമിച്ച് ജീവിച്ചിരുന്നത് ഈ ഒരു ദുരന്തത്തിൻ്റെ മികച്ച അതിജീവനത്തിൻ്റെ ഒരടയാളം കൂടിയാകുമായിരുന്നു. പക്ഷേ വിധി അതനുവദിച്ചില്ല, അതിന് സാഹചര്യം നൽകിയില്ല. അതിക്രൂരമായി ജെൻസൺ അങ്ങനെ ഈ ലോകത്തോട് തന്നെ വിട പറയുന്ന സാഹചര്യം. ഇനി ആരുണ്ട് ശ്രുതിക്ക് എന്ന ചോദ്യത്തിന് നാട് മുഴുവനുണ്ട് എന്ന് പറഞ്ഞാലും തന്നെ വിശ്വസിച്ച തന്നെ ജീവിതത്തിൽ അവസാനം വരെ സുരക്ഷിതയാക്കുമെന്ന് ഉറപ്പ് നൽകിയ തൻ്റെ പ്രിയപ്പെട്ടവൻ ഇല്ലാതെയായി എന്ന് ആ പെൺകുട്ടി എങ്ങനെ ജീവിതത്തിൽ ഇനി ഉൾക്കൊള്ളുമെന്നറിയില്ല. നേരത്തെ തന്നെ അച്ഛനും അമ്മയും സഹോദരിമാരും ബന്ധുക്കളും ഒക്കെ നഷ്ടമായതിൻ്റെ തീവ്ര ദുഃഖത്തിലാണ് ശ്രുതി. അതിനപ്പുറം ആ ദുരന്തത്തെ മറികടക്കാൻ, ആ ഒരു ദുരന്തത്തിൻ്റെ മറുകരയിലേക്ക് നീന്തിക്കയറാൻ ജെൻസൻ്റെ കൈക്കരുത്തായിരുന്നു, ജെൻസൻ്റെ പിന്തുണയായിരുന്നു ശ്രുതിക്ക് സഹായമായിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ജെൻസനും ഒരു വിധിക്ക് കീഴടങ്ങി നമ്മെ വിട്ടു പോയിരിക്കുന്നു. ആ കുട്ടി എങ്ങനെ ഇത് മറികടക്കും, ആ കുട്ടി എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്ന ചോദ്യത്തിനൊന്നും നമുക്ക് ഉത്തരം നൽകാനാകില്ല. നമ്മളൊക്കെ കൂടെയുണ്ടെന്ന് പറയുമ്പോഴും
ആ കുട്ടിയെ എങ്ങനെ ജീവിതത്തിലേക്ക് ഇനി നമ്മൾ ഈ ഓർമ്മകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരും, എങ്ങനെ അവളുടെ ജീവിതം എങ്ങനെ സുരക്ഷിതയാക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉത്തരം കിട്ടാതെ അന്തരീക്ഷത്തിൽ തേങ്ങലുകളായി ഉയരുകയാണ്. നിറയാത്ത കണ്ണുകളില്ല, ഇടരാത്ത തൊണ്ടയുമില്ല, തേങ്ങൽ അടക്കി പിടിച്ച തേങ്ങലുമായിട്ടാണ് എല്ലാവരും ഇവിടെ ഈ ഒരു പൊതുദർശനത്തിന് അവസാനമായി ജൻസൺ അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുന്നത്. ഹൃദയഭേദകമാണ് ടോം ഈ കാഴ്ചകൾ ഇവിടെ നിന്നും നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഉരുൾപൊട്ടലിന് അച്ഛനും അമ്മയും സഹോദരിയും അടക്കം നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏക ആശ്വാസമായിരുന്നു ജൻസൺ. ശ്രുതിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് പണിത് എന്നതായിരുന്നു ജൻസന്റെ ആഗ്രഹം പോലും പൂർത്തിയാക്കാതെയാണ് ജൻസന്റെ മടക്കം. എല്ലാവരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കി ഇന്നലെ രാത്രിയാണ് ജൻസൺ മരണത്തിന് കീഴടങ്ങിയത്. CV അനുമോദിലേക്ക് വേണ്ടി അനുമോദ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട് തത്സമയ ദൃശ്യം, പൊതുദർശനത്തിൻ്റെ തത്സമയ ദൃശ്യം. മറുവശത്ത് ജൻസന് അവസാനമായി യാത്രാമൊഴി നൽകുന്ന ശ്രുതിയെയും കാണാൻ കഴിയും. ഏറെ വൈകാരികമായിട്ടുള്ള ഒരു നിർവികാരമായി പ്രതികരിക്കുന്ന അല്ലെങ്കിൽ വളരെ നിശ്ചലമായി ഇരിക്കുന്ന ശ്രുതിയുടെ കാഴ്ചകൾ ഒരുപക്ഷെ ഇപ്പോൾ എല്ലാവരും ശ്രുതിക്ക് ആശ്വാസമായി ഒപ്പമുണ്ട്, കേരളം ഒന്നടങ്കമുണ്ട്, നമ്മുടെയൊക്കെ മനസ്സ് ശ്രുതിക്കൊപ്പമുണ്ടെന്ന് പറയുമ്പോൾ പോലും ശ്രുതി തനിച്ചാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അനുമോദ്, കൽപ്പറ്റയിലെ ആശുപത്രിയിലെ ചികിത്സയിലാണ് ശ്രുതി. ആരൊക്കെയാണ് ശ്രുതിക്കൊപ്പം ഇപ്പോഴവിടെയുള്ളത് അനുമോദ്? ശ്രുതിയുടെ ബന്ധത്തിലുള്ള ആളുകൾ, അമ്മാവനും അത്തരത്തിൽ ബന്ധത്തിലുള്ള ആളുകളാണ്, ലാവണ്യയുടെ കുടുംബത്തിലുള്ളവരൊക്കെയാണ് ഇപ്പോൾ ശ്രുതിക്കൊപ്പം ഉള്ളത്. ശ്രുതി ഈ ഒരു ദുരന്തത്തെ അറിഞ്ഞു എന്നുള്ളത്, അതായത് കഴിഞ്ഞ ദിവസം തന്നെ ജൻസനെ കൊണ്ടേ കാണിക്കണമെന്ന് ശ്രുതി വാശി പിടിക്കുകയും അങ്ങനെ വെന്റിലേറ്ററിൽ ഏകദേശം ബ്രെയിൻ ഡെത്ത് ഉറപ്പാക്കിയ സാഹചര്യത്തിൽ കിടക്കുന്ന ശ്രുതിയെ ജൻസനെ ശ്രുതി അവിടെ ചെന്ന് കാണുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന സംശയം ശ്രുതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ബന്ധുക്കൾ ഇനി ജൻസൺ ഇല്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം ശ്രുതിയുമായി പങ്കുവയ്ക്കുകയും എനിക്ക് ജൻസനെ കാണണമെന്ന് ശ്രുതി പറയുകയും അത് മറ്റൊരു വലിയ ഒരു മാനസിക ആഘാതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്തതോടെ മൃതദേഹം ശ്രുതിയെ കാണിക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നേരിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നതിന് പകരം ശ്രുതി ഇപ്പോൾ ചികിത്സയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ടോം, ആ ഒരു ദൃശ്യം, ശ്രുതി അവസാനമായി ജൻസനെ കാണുന്നതിൻ്റെ ആ ഒരു ദൃശ്യം, അത് അത്രമാത്രം ഹൃദയഭേദകമാണ്. ഒരു നിർവികാരത നിറഞ്ഞ മുഖത്തോടെ തൻ്റെ പ്രിയനൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് കിടക്കുന്ന അവസാനത്തെ ആ യാത്രാ പറച്ചിൽ, അത് നമുക്കൊന്നും വിവരിക്കാനോ പങ്കുവയ്ക്കാനോ കഴിയുന്നതല്ല. എങ്ങനെയായിരിക്കും ആ കുട്ടി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചെത്തുക? എങ്ങനെയായിരിക്കും ആ കുട്ടി ഈ ഒരു ദുരന്തത്തെ കൂടി മറികടക്കുക? നമ്മളൊക്കെ എന്തൊക്കെ ആശ്വാസവാക്ക് പറഞ്ഞാലും, നമ്മളെല്ലാം കൂടെയുണ്ടെന്ന് പറഞ്ഞാലും, എല്ലാവരും ഒപ്പമുണ്ടെന്ന് പറഞ്ഞാലും, ആ കുട്ടി അനുഭവിക്കുന്ന ഏകാന്തത, ആ ഒരു ദുരന്തത്തിൻ്റെ വേട്ടയാടൽ, അത് എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല, പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ശരിക്കും വയനാട്ടുകാർ ഈ ദുരന്തത്തിൻ്റെ ഒരു തീവ്ര വേദന, അത് നമ്മളൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്തും അതിനുശേഷമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തിരിച്ചു പോകുമ്പോഴാണ് ഇവരുടെ ഈ ഒറ്റപ്പെടൽ, ദുരന്തമുണ്ടാക്കിയ ശൂന്യത തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് വയനാട്ടിലെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഓരോരുത്തരുമുള്ളത്. അവരിലൊരാളായിരുന്നു ശ്രുതി. ആ ശ്രുതിക്കാണ് ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഇനിയുള്ള കാലം തനിക്കൊപ്പം ഉണ്ടാകുമെന്ന്, തന്നെ സുരക്ഷിതയാക്കുമെന്ന് വാക്ക് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവൻ വിട പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടി വരുന്നത്
ഉള്ളുലക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ആ ഒരു മൊബൈൽ ദൃശ്യം, ആശുപത്രിയിൽ നിന്നുള്ള ആ ഒരു മൊബൈൽ ദൃശ്യം, അത് നമുക്ക് ചങ്ക് പിടിച്ചു വലിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു നിമിഷമാണ്. അപ്പം അതിനെ അതിജീവിച്ചേ പറ്റൂ, ഇതിനെയും മറികടന്നേ പറ്റൂ. ഇതെല്ലാം കടന്നു പോകേണ്ടതാണ്, കടന്നു പോയേ തീരൂ. നമുക്ക് ആ ഒരു ദുഃഖം നമ്മുടേതായി തീരുകയാണ്. അവരുടെ വേദന നമ്മുടെ വേദനയായി മാറുകയാണ്. ഒരു നാടിൻ്റെ മുഴുവൻ വേദനയാണ് നമ്മളിവിടെ കാണുന്നത്. ജെൻസനെ അവസാനമായി ഒരു നോക്കിക്കണ്ട് കരഞ്ഞ കലങ്ങിയ കണ്ണുമായി, അടക്കിപ്പിടിച്ച തേങ്ങലുമായി, വിതുമ്പുന്ന തൊണ്ടയോടെ ഒരു നാടൊന്നാകെ ജെൻസനെ അവസാനമായി ഒരു നോക്കി കണ്ട് വിട പറയുകയാണ്, ജെൻസനെ വിട നൽകുകയാണ്. അത്രമാത്രം ദുഃഖസാന്ദ്രമാണ് ഈ ഒരു അന്തരീക്ഷമെന്ന് ഇവിടെ നിന്ന് വിവരിക്കുക എളുപ്പമല്ല. എനിക്ക് പിന്നിൽ ആളുകളുടെ വലിയ നിര, ആളുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന അവസാന ആളെയും അവർക്കും കാണാനുള്ള അവസരം കൊടുത്തതിന് ശേഷമേ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ടി സിദ്ദിഖ് MLA ഇവിടെയുണ്ട്. MLA അങ്ങ് ഒരുപാട് വേദനകൾക്കിടയിൽ നിന്നാണ് ഈ ദുരന്തത്തിൻ്റെ പല കാഴ്ചകളിലും സംസാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമുക്കൊക്കെ താങ്ങാവുന്നതിനപ്പുറത്തുള്ളൊരു കാഴ്ചകളാണ് കാണുന്നത്. സത്യത്തിൽ ലിയോ ഹോസ്പിറ്റലിൽ ശ്രുതി അവസാനമായി ശ്രുതിയോട് ജെൻസന്റെ മരണം സ്ഥിരീകരിച്ച് പറയാൻ കൗൺസിലേഴ്സിനോ ഡോക്ടേഴ്സിനോ ഞങ്ങൾക്കാർക്കും സാധിച്ചില്ല. ഞാനും അവസാനം കുറേ സമയം സംസാരിച്ചു, പക്ഷേ ഇതങ്ങ് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോഴേ ശ്രുതി പറഞ്ഞത്, എനിക്ക് കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുന്ന മിംസ് ആശുപത്രിയിൽ എനിക്ക് പോകണം, എനിക്ക് അവനെയും കൊണ്ടുപോകണം, ലോകത്തെവിടെയാണെങ്കിലും ഞാൻ അവനെ ചികിത്സിച്ച് ഭേദമാകും, അവനില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇത് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ശ്രുതിയായി വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മെഡിക്കലി വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കാലിൽ വളരെ സീരിയസ് ആയിട്ടുള്ള റോഡും സാധനങ്ങളൊക്കെ. അപ്പോൾ ബോഡി അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. DMOയെ ഞാൻ വിളിച്ചു. 2 കുടുംബങ്ങളുമായി സംസാരിച്ച് ഞങ്ങൾ ശ്രുതിയെ താഴെ ICUയിലേക്ക് മാറ്റി അവിടെ വെച്ച് ജെൻസന്റെ മൃതദേഹം, ഭൗതിക ശരീരം അവസാനമായി ശ്രുതിയെ കാണിച്ചു. വികാരപരമായിട്ടുള്ള, എന്താ പറയുക, വല്ലാത്ത നിമിഷങ്ങളാണ്. നമുക്കിതിനെ റിക്കവർ ചെയ്യാൻ എടുത്ത എല്ലാ സ്റ്റെപ്പും നമ്മൾ പുറകോട്ട് പോയി ഈ മരണത്തോടും. ആ കുട്ടി എന്ത് പറഞ്ഞ് ആശ്വസിക്കും എന്നുള്ള അറിയില്ല. ആ കുട്ടിക്ക് സർക്കാർ ജോലിയും സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റിലേക്ക് ഇന്ന് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. സാധ്യമായ എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കും. എന്താ ആവുക എന്നുള്ളത് ദൈവം. ഞങ്ങൾ ദൈനംദിനം അതിനുശേഷം ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും ഇടയ്ക്ക് ബന്ധപ്പെട്ട് ഓരോ ഇന്നലെ മിനിസ്റ്ററുമായിട്ട് ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ജെൻസന്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയുണ്ടാകണമെന്നും ജെൻസനെ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണോ അതൊക്കെ എവിടെ വെച്ചാണെങ്കിലും കൊടുക്കണമെന്നുള്ള അതൊക്കെ സംസാരിച്ചതും അതൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് മിനിസ്റ്റർ പറഞ്ഞതുമാണ്. പക്ഷേ കയ്യിലല്ലല്ലോ, സമയം നമുക്ക് കിട്ടിയിട്ടില്ല, അനുവദിച്ചില്ല. അവസാനത്തെ ആ ദൃശ്യങ്ങൾ അങ്ങുണ്ട് അവസാനമായിട്ട് ഞങ്ങൾ എന്താ പറയുക, ഇപ്പം അവസാനം ജെൻസന് ശ്രുതി യാത്ര കൊടുക്കുമ്പോൾ ശ്രുതി പറഞ്ഞ അവസാനത്തെ വാക്കുകൾ പറയാൻ വയ്യാത്ത വാക്കുകളാണ്. അവസാനം ഇവരൊരുമിച്ച് കണ്ട് യാത്ര പോകുമ്പോഴും അതിനിടയിൽ അതിനു മുമ്പ് സംസാരിച്ചതും രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പോൾ, ക്യാമ്പിൽ കണ്ടപ്പോൾ, പുറത്തു വെച്ച് കണ്ടപ്പോൾ, ചൂരൽമലയിൽ വെച്ച് കണ്ടപ്പോൾ ഒക്കെ ഈ മക്കൾ സംസാരിച്ച കാര്യങ്ങളാണ് ഈ മനസ്സിലിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ പറയും, എങ്ങനെ ആശ്വസിപ്പിക്കും, എന്താകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആകുലതയുണ്ട്. പക്ഷെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തുകയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അതിജീവിക്കാനുള്ള മനക്കരുത്തുണ്ടാവട്ടെ. നമുക്കധികമൊന്നും അദ്ദേഹത്തോട് ഈ ഒരു ഘട്ടത്തിൽ സംസാരിക്കുന്നത് ഔചിത്യമല്ല, കാരണം ഇവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന
ആളെന്ന നിലയ്ക്കാണ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതിനപ്പുറം ഇനി നമുക്ക് കൂടുതൽ ആരിൽ നിന്നും പറയാനില്ല. കാരണം അവസാനം ജെൻസന്റെ മൃതദേഹവുമായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കണ്ട കാഴ്ചകളും മറ്റുമാണ് അദ്ദേഹം വിവരിച്ചത്. എങ്ങനെ ഇനി ഈ ഒരു തീരാ ദുഃഖത്തിൽ നിന്നും നമ്മൾ ശ്രുതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന ചോദ്യത്തിന് നമുക്കാർക്കും ഉത്തരമില്ല. അത് കാലം തന്നെ പറയേണ്ട മറുപടിയാണ്. കാലം തന്നെ ആ മുറിവ് ഉണക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ ആ മുറിവ് ഉണക്കുമെന്നൊക്കെ നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എന്താണെങ്കിലും ടോം അതീവ ദുഃഖസാന്ദ്രമായ സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു നാട് കടന്നു പോകുന്നത്. ടോം. സി വി അനുമോദാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശ്രുതിയുടെ പ്രിയപ്പെട്ട ജൻസന് നാടൊന്നാകെ യാത്രാമൊഴി നൽകുകയാണ്. ഇപ്പോൾ അമ്പലവയലിലെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നാട്ടുകാർ ഒന്നടങ്കം, ഒരു നാട് മുഴുവൻ അവിടേക്ക് ജൻസന് യാത്രാമൊഴി നൽകാൻ എത്തുന്നുണ്ട്. വൈകിട്ടാണ് സംസ്കാരം നടക്കുന്നത്. സ്പോട്ട് ലൈവിലേക്കും തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. അതടക്കം സ്പോട്ട് ലൈവ് തുടരുന്നു. PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ ADGP MR അജിത്കുമാറിന്റെ മൊഴിയെടുക്കുന്നു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കൽ വീഡിയോയിൽ ചിത്രീകരിക്കും. അതേസമയം ADGP MR അജിത്കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തു. കവടിയാറിലെ വീട്, ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ PV അൻവർ ഉന്നയിച്ച 5 കാര്യങ്ങളിലാണ് വിജിലൻസ് അന്വേഷണത്തിന് DGP ശുപാർശ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, PV അൻവർ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും, അതായത് വീടുമായി ബന്ധപ്പെട്ട കവടിയാറിലെ കൊട്ടാര സദൃശമായ വീട്, മറ്റ് സ്വത്ത് സമ്പാദനം, മറ്റ് പല കേസുകളിലും പ്രമാദമായ കേസുകൾ അട്ടിമറിച്ചു തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആരോപണങ്ങളൊക്കെ MR അജിത്കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചിരുന്നല്ലോ. ഇക്കാര്യങ്ങൾ മാത്രമായിരിക്കുമോ ഈ അന്വേഷണ സംഘം ADGP MR അജിത്കുമാറിൽ നിന്നും ചോദിച്ചറിയുക? ഈ അന്വേഷണ സംഘം ആരൊക്കെയാണ് ഇപ്പോൾ ഈ അജിത്കുമാറിൽ നിന്നും വിവരങ്ങൾ തേടുന്നത്? ടോം, പോലീസ് ആസ്ഥാനത്താണ് മൊഴിയെടുക്കൽ നടക്കുന്നത്. 11:15 MR അജിത്കുമാർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയത്. തുടർന്ന് DGPയുടെ ചേംബറിലാണ് ഈ മൊഴിയെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. IG സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ളവർ DGPയെ സഹായിക്കാനായി അദ്ദേഹത്തിന്റെ ചേംബറിലുണ്ട്. ഈ മൊഴിയെടുക്കൽ നടപടികൾ ദൃശ്യവൽക്കരിക്കുന്നു, അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് രേഖയായി സൂക്ഷിക്കാൻ തന്നെ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും MR അജിത്കുമാറിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കാരണം നിയമപരമായ പല കാര്യങ്ങളും അദ്ദേഹം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സ്ഥിതി എത്തിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അത് സംബന്ധിച്ച് PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ, കൊലപാതകം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത ആളുകളെ സഹായിച്ചു, സ്വർണം പിടികൂടുന്ന സ്വർണം തട്ടിയെടുക്കുന്ന രീതി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം, അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിൽ ഒരു രാജകൊട്ടാരം പോലെ ഭവന നിർമ്മാണം നടത്തുന്നു, ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ PV അൻവർ ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു DGPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ സർക്കാരിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത് അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. അത് നേരത്തെ വന്ന ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മുന്നണിയിൽ തന്നെ തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. CPI അടക്കം ഘടകകക്ഷികൾ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയുള്ള അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്തുണ്ട്. PV അൻവറും ഇതേ ആവശ്യം
ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അത് സ്റ്റേറ്റ് ഇന്റലിജൻസിന്റേതായി ആഭ്യന്തര വകുപ്പിലേക്ക് വരികയും അത് മുഖ്യമന്ത്രി കാണുന്നത് പി ശശി തടഞ്ഞു എന്ന മറ്റൊരു ആരോപണം കൂടി അൻവറിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് അജിത് കുമാർ, പി ശശി അങ്ങനെ ഒരു നെക്സസ് പ്രവർത്തിക്കുകയും മുഖ്യമന്ത്രി അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അവിടെയാണ് ഈ മൊഴിയെടുപ്പിന് പ്രസക്തിയേറുന്നത്. മാത്രമല്ല RSS നേതാക്കളെ കണ്ട കാര്യത്തിൽ വലിയ വിമർശനം ഉയരുമ്പോഴും MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ആ കാര്യം കൂടി പരിശോധിക്കും, DGPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഈ കാര്യം കൂടി പരിശോധിക്കുമെന്നാണ് ഘടകകക്ഷി നേതാക്കൾക്ക് ഉറപ്പ് നൽകിയത്. എങ്കിലും അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മുൻ നിലപാട് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സെൻകുമാറിന്റെ RSS ബന്ധത്തെ വലിയ തോതിൽ വിമർശിച്ചിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി. അതേ മുഖ്യമന്ത്രി തന്റെ കീഴിൽ പോലീസ് സേനയിലെ രണ്ടാമൻ ലോ ആൻഡ് ഓർഡർ ADGP ക്രമസമാധാന ചുമതലയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ RSS നേതാക്കളെ കണ്ടതിൽ അദ്ദേഹത്തിന് ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല എന്ന ഇടത്താണ് ഒരു ശ്രദ്ധേയമായ കാര്യമായി തോന്നുന്നത്. മാത്രമല്ല അജിത് കുമാറിനെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ചകൾ അജിത് കുമാർ സമ്മതിക്കുകയും ചെയ്തു. ദത്താത്രേയെ കാണുന്നത് 2023 മെയ് 22 തൃശൂരിലായിരുന്നു. അത് കഴിഞ്ഞ് ജൂൺ 2 തൊട്ട് അടുത്ത മാസമാണ്. ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് കോവളത്ത് രണ്ടാമതൊരു RSS നേതാവിനെ കൂടി കാണുന്നത്. ഈ തരത്തിൽ കൂടിക്കാഴ്ചകൾ എന്തിന് എന്ന സംശയം ബാക്കിയാവുന്നു. ഇതാണ് CPI ഉൾപ്പെടെയുള്ളവർ സംശയമായി ഉന്നയിക്കുന്നത്. കോവളത്ത് കണ്ടത് റാം മാധവിനെയാണ്. അങ്ങനെ രണ്ട് RSS നേതാക്കളെ അടുത്തടുത്ത് കാണുമ്പോൾ MR അജിത് കുമാറിനോടൊപ്പം ചില ബിസിനസ് പ്രമുഖരും ഉണ്ടായിരുന്നു, ബിസിനസ്സുകാരായ ചില ആളുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ ബന്ധങ്ങളെ ചൊല്ലി അല്ലെങ്കിൽ ഇവർക്ക് CPMൽ അടുപ്പമുള്ള ആളുകളുണ്ട് എന്ന തരത്തിലുള്ള ചില വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഇനി സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ്. കോവളത്തെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ കൂടുതൽ അന്വേഷണം ഇനി ഇതിൽ ആവശ്യമുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെ പോകുന്നുണ്ട്. DGPയെ സംബന്ധിച്ചും അദ്ദേഹം നേരത്തെ ചില അനിഷ്ടമുണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായി എന്നത് തന്നെയാണ്. കാരണം ADGPയുടെ ഭാഗത്ത് നിന്ന് ചില ഉത്തരവുകൾ പുറത്തിറക്കിയത്, ചില സർക്കുലറുകൾ പുറത്തിറക്കിയത്, ഇതെല്ലാം തന്നെ പിന്നീട് പോലീസ് ആസ്ഥാനം തിരുത്തേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ ആ ഉത്തരവുകളിൽ ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ DGP ചമഞ്ഞു എന്നത് തന്നെയാണ് പലപ്പോഴായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. അങ്ങനെ പല രീതിയിലുള്ള അട്ടിമറികളും ADGP MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന ആക്ഷേപമുണ്ട്. വിനോദ്, ഇപ്പോൾ ഈ മൊഴിയെടുക്കൽ തുടരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വശത്ത് മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ തൃശൂർ പൂര വിവാദവുമായി ബന്ധപ്പെട്ടും മറ്റു തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ MR അജിത് കുമാറിനെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയില്ല എന്നൊക്കെ രീതിയിലുള്ള പല ആക്ഷേപങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആരാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും പൂഴ്ത്തുന്ന രീതിയിൽ, അട്ടിമറിക്കുന്ന രീതിയിൽ ഇടപെട്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. നിലവിൽ ഈ MR അജിത് കുമാറിനെതിരായിട്ടുള്ള കേസിൽ, പരാതിയിൽ, ആക്ഷേപത്തിൽ ആരുടെയൊക്കെ മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? നേരത്തെ PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, MR അജിത് കുമാറിനുണ്ട്. ഇനി ഈ പട്ടികയിൽ, ഈ മൊഴിയെടുക്കുന്ന പട്ടികയിൽ മറ്റാരൊക്കെയാണുള്ളത്? ടോം, ഇതിൽ രണ്ടുപേരും പരാതി നൽകിയിട്ടുണ്ട്. അതായത് PV അൻവറും പരാതി നൽകിയിട്ടുണ്ട്, MR അജിത് കുമാറും പരാതി നൽകിയിട്ടുണ്ട്. MR അജിത് കുമാർ നൽകിയിരിക്കുന്ന പരാതി തനിക്കെതിരെയുള്ള ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യമാണ് MR അജിത് കുമാർ പറയുന്നത്. PV അൻവർ ആകട്ടെ കൃത്യമായി കാര്യങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ PV അൻവറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും എന്നാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുകയാണ്. ആ തരത്തിലുള്ള നടപടികളുമായാണ് ഇപ്പോൾ DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അവിടെ MR അജിത് കുമാറിനെതിരെയുള്ള പരാതി PV അൻവർ ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്ന തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ സമയത്ത് വന്ന വിവരങ്ങൾ
അൻവറിനെ ഒന്ന് അടക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, അന്വേഷണം പ്രഖ്യാപിക്കുന്നു. എന്നാൽ കൂടുതൽ പരസ്യ പ്രസ്താവനകളിലേക്കോ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രസ്താവനയോ നടത്തേണ്ടതില്ല എന്ന തരത്തിൽ ഒരു നിർദ്ദേശം അതുതന്നെയാണ് മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും PV അൻവർ അതിനുശേഷം ഒന്ന് മയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ മാറ്റമില്ല. മയപ്പെട്ടത് അദ്ദേഹം ഒരുപക്ഷെ തുറന്നു പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം അതുവരെ വന്ന ശൈലി ഒന്ന് ഒഴിവാക്കി എന്നത് വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസവും അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. ഒരിക്കൽ കൂടി P ശശിയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യം അതുതന്നെയാണ്. മുഖ്യമന്ത്രിക്ക് ആദ്യം കൊടുത്ത പരാതിയിലോ പാർട്ടി സെക്രട്ടറിക്കോ നൽകിയ പരാതിയിലോ P ശശിയുടെ പേര് പറഞ്ഞിരുന്നില്ല. എന്നാൽ P ശശിക്കെതിരെ പേരെഴുതി തന്നെ പരാതി നൽകുമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഏതായിരുന്നാലും വീണ്ടും P ശശിയിലേക്ക് PV അൻവർ എത്തുന്നു. അവിടെയാണ് അജിത് കുമാറിന് സംരക്ഷണം ഒരുക്കുന്നതിൽ CPM-ൽ പോലും മുഖ്യമന്ത്രിക്ക് അങ്ങനെ വലിയൊരു പിന്തുണ കിട്ടുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഘടകകക്ഷികൾ വളരെ പരസ്യമായി തന്നെ ഈ ഇങ്ങനെ ഒരു സംരക്ഷണം അജിത് കുമാറിന് ഒരുക്കുന്നതിനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കവചം അജിത് കുമാറിന് കിട്ടുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സ്പീക്കർ ഷംസീറാണ് ഒരു പരിധിവരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമീപനം കൈക്കൊണ്ടത്. ഷംസീർ പറഞ്ഞത് അങ്ങനെ കണ്ടതിൽ എന്തെങ്കിലും തകരാറില്ല, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നമില്ല, RSS രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് എന്ന് ഷംസീർ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ PV അൻവർ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. അത് ഷംസീറിനുള്ള മറുപടിയാണ്. ഇത് മിത്തോ അഭ്യൂഹമോ അല്ല. ഫോൺ ചോർത്തുന്നു എന്നത് അൻവറിന്റെ ആരോപണമായിരുന്നു. അജിത് കുമാർ ഫോൺ ചോർത്തുന്നു എന്നത്, എന്നാൽ അതൊരു അഭ്യൂഹമാണ് എന്ന കാര്യമാണ് ഷംസീർ പറഞ്ഞത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ഇത് മിത്തോ അഭ്യൂഹമോ അല്ല. അതായത് മിത്ത് വിവാദം നമുക്കറിയാം, നേരത്തെ ഷംസീർ ചെന്ന് വീണ ഒരു വിവാദമാണ് ഈ ഗണപതിയുമായി ബന്ധപ്പെട്ട് മിത്ത് പരാമർശം നടത്തിയ കാര്യം. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഷംസീറിന് അൻവർ മറുപടി കൊടുക്കുമ്പോൾ ഷംസീറിനോടുള്ള എതിർപ്പ് കൂടി അൻവർ വെളിപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ തന്റെ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിറകോട്ട് പോകാൻ തയ്യാറല്ല. തീർച്ചയായും VV വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ വിവാദവുമായി പോലും ഈ വിഷയം മാറുന്നുണ്ട്. ഇടത് മുന്നണിയിൽ വലിയ രീതിയിൽ മുഖ്യമന്ത്രി MR അജിത്കുമാറിനെ സംരക്ഷിക്കുന്നതിൽ വലിയ അമർഷം ഉയരുന്നുണ്ട്. ഒരുപക്ഷെ പല രീതി വരും ദിവസങ്ങളിൽ പല നേതാക്കളും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്താനുള്ള സാധ്യതയും കൂടി കാണേണ്ടതാണ്. ഇപ്പോൾ MR അജിത്കുമാറിന്റെ മൊഴിയെടുക്കൽ തുടരുന്നു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിൽ നിന്നും വിവരങ്ങൾ തേടുന്നത്. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് 20ഓളം താരങ്ങൾ പുതിയ ട്രേഡ് യൂണിയൻ ആരംഭിക്കാൻ ഫെഫ്കയെ സമീപിച്ചു. 500-ലധികം അംഗങ്ങളാണ് അമ്മയിലുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്ന് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചിരുന്നു. പുതിയ ട്രേഡ് യൂണിയൻ ആരംഭിക്കാനുള്ള സാധ്യതകളാണ് താരങ്ങൾ തേടിയത്. ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് സംസാരിച്ചിരുന്ന ഈ വിഷയം അതൊരു ഫെഫ്കയുടെ ഭാഗമാകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയല്ല സമീപിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രേഡ് യൂണിയൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ എത്തിയത്. അപ്പോൾ അവർ അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് അവരുടെ സംഘടന രൂപപ്പെട്ടാൽ ഭാവിയിൽ ഫെഫ്കയുടെ ഭാഗമാകാനുള്ള സാധ്യതകളെ കുറിച്ച് ആലോചിക്കേണ്ട ഘട്ടത്തിൽ ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ജനറൽ സെക്രട്ടറിക്കോ പ്രസിഡന്റിനോ മാത്രമായിട്ട് എടുക്കാവുന്ന തീരുമാനവുമല്ല. ജനറൽ കൗൺസിലിലേക്ക് പോയി ജനറൽ കൗൺസിൽ 21 അംഗസംഘടനകൾ ചേരുന്ന ജനറൽ കൗൺസിലാണ് അത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഘട്ടം ഇപ്പോൾ ആയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ച് പരിഗണിക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ മാത്രമേ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയുള്ളൂ. 20ഓളം താരങ്ങൾ പുതിയ ട്രേഡ് യൂണിയൻ ആരംഭിക്കാൻ ഫെഫ്കയെ സമീപിച്ചതായി ഫെഫ്ക അധ്യക്ഷൻ സിബി മലയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, ഈ അമ്മ എന്ന സംഘടന പിളർപ്പിലേക്കെന്ന് പൂർണ്ണമായും പറയാൻ കഴിയുമോ, അതോ ഒരു പുതിയ ട്രേഡ് യൂണിയൻ സംഘടന എന്ന രീതിയിൽ ഒരു പുതിയ കൂട്ടായ്മ രൂപപ്പെടുന്നു? 20ഓളം പേർ ഈ ഫെഫ്കയെ സമീപിച്ചെന്ന് പറയുമ്പോൾ ആ 20ഓളം പേർ താരങ്ങൾ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ഫെഫ്ക നേതൃത്വം നൽകുന്നുണ്ടോ ഡാനി?
ടോം, ഇതിൽ ഏതൊക്കെ താരങ്ങളാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയത് എന്നത് വ്യക്തമാക്കിയിട്ടില്ല. ഏതാണ്ട് 20ഓളം പേർ ഇത് സംബന്ധിച്ച് ഒരു ആശയം അദ്ദേഹവുമായി പങ്കുവച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ നേരത്തെ നമ്മളോട് സംസാരിച്ച സിബി മലയിൽ പറയുന്ന ചില ഒരു വരിയിൽ പറയുന്നുണ്ട്. അദ്ദേഹം അത് ഫെഫ്കയുമായി ചേർന്ന് നിൽക്കുക അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് ഒരു ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതാണ്. അതായത് നിലവിൽ അമ്മ എന്ന സംഘടന നിൽക്കുന്നത് ചാരിറ്റബിൾ എന്നൊരു ആശയത്തിലും അങ്ങനെ അധിഷ്ഠിതമായ രജിസ്ട്രേഷനും എല്ലാം തന്നെയായിട്ടാണ് അത് നിലനിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലല്ല അന്വേഷിക്കുന്നത്. അതായത് അമ്മയിൽ നിന്ന് പുറത്തു വരിക അല്ലെങ്കിൽ അമ്മയെ എന്ന സംഘടനയെ ഒരു ചാരിറ്റബിൾ ഇതിൽ നിന്ന് പിന്നീട് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് മാറ്റിയെടുക്കുക എന്നതും സാങ്കേതികപരമായി അത്ര എളുപ്പവുമല്ല. അതിനർത്ഥം തന്നെ അമ്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചിന്തിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് എത്ര പേരുടെ പിന്തുണ എന്ന കാര്യത്തിലടക്കം ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ 20 പേർ മറ്റാരുടെയെങ്കിലും അവരെ പ്രതിനിധാനം ചെയ്ത് ഇവിടെ എത്തിയതാണോ എന്ന കാര്യത്തിലും വ്യക്തവുമല്ല. അതുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായി പറയുന്നത് അത് ഇതിൽ കുറച്ചുകൂടി കൃത്യത വരട്ടെ എന്നതാണ്. ഇതിൽ കുറച്ചുകൂടി കാത്തിരിക്കുക, കുറച്ചുകൂടി കൃത്യത വരുത്തിക്കൊണ്ട് ഇവർ ഒരു സംഘടനയായി മാറട്ടെ, എന്നിട്ട് ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ ആലോചിക്കാമെന്നതാണ്. അവർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചതും ഒരു ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ എങ്ങനെ അത്തരമൊരു ആശയത്തെ മാറ്റിയെടുക്കാം, എങ്ങനെ മുന്നോട്ട് പോകാം എന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ വ്യക്തമാകുന്നത് ആസന്നമാകുന്ന ഒരു പിളർപ്പിൻ്റെ സൂചനകൾ തന്നെയാണ്. കാരണം മാറി നിന്നുകൊണ്ട് ചിന്തിക്കുക എന്ന ഒരു കൂട്ടം പേരുടെ ആശയത്തിലേക്ക് അമ്മയിൽ അത്തരം ചിന്തകൾ വേരുറപ്പിച്ചു കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഇനിയിപ്പോൾ അതിൽ കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടലുകളുണ്ടാകും. കാരണം അമ്മയിൽ അത്തരമൊരു തിരിവ് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ താരങ്ങളുടെ അടക്കം അവരുടെ പ്രതിച്ഛായ അടക്കം ബാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഇപ്പോൾ അമ്മ ഒരു അഡ്ഹോക്ക് സംവിധാനം എന്ന രീതിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മുഴുവൻ അംഗങ്ങൾ അടക്കം അംഗങ്ങൾ ഭാരവാഹികളടക്കം അതിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞിരുന്നു. അതിനെ ചൊല്ലിയും ഈ രാജിവെച്ചവർക്കിടയിൽ പോലും അഭിപ്രായ ഭിന്നതകളുണ്ട്. അങ്ങനെ ഭിന്നസ്വരങ്ങളുടെ ഒരു കൂട്ടമായ സംഘടന മാറുമ്പോൾ അതിനിടയിൽ നിന്നാണ് ഇത്തരമൊരു പുതിയ ആശയമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ചർച്ച നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ യുവതാരങ്ങളടക്കം ഇപ്പോഴുള്ളൊരു ആശയങ്ങളുമായി കുറച്ചു മാറി നിന്ന് തന്നെയാണ് അവർ പോകുന്നത്. ചില കാരണങ്ങൾ കൊണ്ട് അവർ അമ്മയുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ കൂടിയും പലർക്കും ഇതിനോട് യോജിപ്പില്ലായ്മകളുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു ചർച്ച നടത്തുന്നത്. അതീവ ഗൗരവ സ്വഭാവമുള്ള ചർച്ചകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പിളർപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ സംഘടന എന്നത് ഒരുപക്ഷെ വരും നാളുകളിൽ അത് കുറച്ചുകൂടി ശക്തമായിട്ട് അതിനകത്ത് തന്നെ ഉന്നയിക്കും. പക്ഷേ അങ്ങനെ ഒരു പുതിയ ഇത്തരമൊരു താരങ്ങളുടെ ഈ 20 താരങ്ങൾ അല്ലെങ്കിൽ അതിനപ്പുറം അവരുടെ ഒരു കൂട്ടായ്മയുടെ ഈ പുതിയ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള നീക്കത്തിന് ഫെഫ്ക എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടോ ഡാനി? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഫെഫ്കയും അമ്മയും തമ്മിലുള്ള അല്ലെങ്കിൽ അമ്മ സംഘടനയിലെ ഈ വലിയ സൂപ്പർ താരങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങില്ലേ? ടോം, ഇതിലെ ഏറ്റവും രസകരമായൊരു വസ്തുത കഴിഞ്ഞ ദിവസങ്ങളിൽ നിർമ്മാതാവ് സന്ദ്ര തോമസ് അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമാ സംഘടനയെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്നത്, എല്ലാ സിനിമാ സംഘടനകളെയും തന്നെ നിയന്ത്രിക്കുന്ന താരാധിപത്യം ഒന്ന് മാത്രമാണ്. അതായത് താരങ്ങൾ പറയുന്നു, മറ്റുള്ളവർ അതനുസരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതിൽ നിന്ന് ഫെഫ്കയ്ക്ക് പോലും കാര്യമായ രീതിയിലുള്ളൊരു മോചനമുണ്ടോ എന്ന് തോന്നിയിട്ടില്ല. കാരണം ഇവർ പറയുന്നതനുസരിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ മലയാള സിനിമാ മേഖല ഏതാണ്ട് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് അടക്കം പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര കണ്ട് അതങ്ങനെയല്ല എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ് എന്ന് തന്നെ മറ്റുള്ളവർക്കെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ പോലും ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഒരു ചർച്ചയല്ല നടന്നത്. ഞങ്ങൾ വെറുതെ സംസാരിക്കുകയോ മാത്രമേ ചില ആശയങ്ങൾ പങ്കുവയ്ക്കുകയോ മാത്രമാണ് ലളിതവൽക്കരണത്തിലുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഫെഫ്കയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായേക്കാം. അതിൽ ഒരു സംശയവുമില്ല. കാരണം അത്രയ്ക്ക് സമഗ്രാധിപത്യം ഈ താരസംഘടനയ്ക്ക് മലയാള സിനിമാ മേഖലയിൽ ഉണ്ട് എന്നത് പരമാർത്ഥം തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ഇടപെടലും കാര്യങ്ങളും വന്നേക്കാം. പക്ഷേ അമ്മയിൽ ഭിന്നസ്വരങ്ങൾ കടുക്കുന്നു എന്നത് ശക്തമായ ഒരു കാര്യമാണ്, സത്യമായ ഒരു കാര്യവുമാണ്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടൊപ്പം മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഈ ലൈംഗികാരോപണ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. IG പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘം രഞ്ജിത്തിനെ ചോദ്യം ചെയ്തു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ രഞ്ജിത്ത് വിസമ്മതിച്ചു.
ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസം രഞ്ജിത്തിന് ഈ ലൈംഗികാരോപണ കേസുകളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തന്നെ ലഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണോ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്? അത് ഏതൊക്കെ 2 കേസുകളുണ്ട്? രഞ്ജിത്തിനെതിരെ 2 പരാതികളാണുള്ളത്. ഒന്ന് ബംഗാളി നടി നൽകിയ ലൈംഗിക ആരോപണ പരാതി, രണ്ടാമത്തേത് കോഴിക്കോട്ട് ഒരു യുവാവ് നൽകിയ പരാതി. ഇതിൽ ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് രഞ്ജിത്ത് ഇന്ന് ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്? ആജ്ഞ. കൊച്ചി നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബംഗാളി നടിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ രഞ്ജിത്ത് ഹാജരായിരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത് ജില്ലാ പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറിയ ശേഷം അത് ജില്ലാ പോലീസ് കമ്മീഷണറാണ് ഈ കേസ് SITക്ക് കൈമാറിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ബംഗാളി നടി ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പാലേരി മാണിക്യത്തിന്റെ സെറ്റിൽ വെച്ചിട്ടല്ല, പാലേരി മാണിക്യത്തിന്റെ ഓഡീഷൻ നടക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയ ശേഷം ഇതിന്റെ ഡിസ്കഷനിടയിൽ ലൈംഗിക അതിക്രമത്തിനുള്ള സാഹചര്യത്തിൽ, അതായത് അതേ ഉദ്ദേശത്തോടു കൂടി തന്നെ ശരീരഭാഗങ്ങളിൽ തൊടുകയും നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിന്മേലാണ് കേസെടുത്തിട്ടുള്ളത്. ഈ പരാതിയിന്മേൽ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യമല്ല, ജാമ്യം ലഭിക്കാവുന്ന കേസാണ് എന്നൊരു സാഹചര്യത്തിൽ, അതായത് 2013 ശേഷമാണ് IPC ഭേദഗതി ചെയ്തിട്ടുള്ളത്. ആ തരത്തിൽ ഇത് കേസ് 2013 മുൻപ് നിലനിൽക്കുന്ന ഒരു കേസ് ആയതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല. ജാമ്യം ലഭിക്കുന്ന കേസ് തന്നെയാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. 354 വകുപ്പ് ആ കാലഘട്ടത്തിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന്റെ ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഹർജി തീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. എന്തായാലും അതായത് ഇത് കേസ് രജിസ്റ്റർ ചെയ്താലും രഞ്ജിത്തിന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. രഞ്ജിത്തിന് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ചുപോയി. പക്ഷേ വീണ്ടും ഹാജരാകാം എന്നൊരു തീരുമാനത്തിലൂടെയാണ് തിരിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങളൊന്നും രഞ്ജിത്തിന് അറസ്റ്റ് ഇന്നുണ്ടാകില്ല എന്നാണ് SIT സംഘം അറിയിച്ചത്. അതിനുശേഷം രഞ്ജിത്തിനെ അതായത് കൊച്ചിയിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പീഡന പരാതികളുണ്ട്. അതിൽ രഞ്ജിത്തിൽ നിന്ന് മാത്രമാണ് ഇതിൽ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്, മൊഴിയെടുത്തിരിക്കുന്നത്. മറ്റു താരങ്ങളുടെയും, അതായത് മുകേഷ് ഉൾപ്പെടെയുള്ള മറ്റു താരങ്ങളുടെയും മൊഴിയെടുക്കലിലേക്ക് അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഉടൻ തന്നെ അന്വേഷണ സംഘം നീങ്ങുമോ? ടോം, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ്. കാരണം മുകേഷിനെതിരെയുള്ള പരാതി ഓൾറെഡി മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല നമുക്കറിയാം, അന്വേഷണ സംഘം മുകേഷിന് മുൻകൂർ ജാമ്യം റദ്ദ് എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതേസമയം അതായത് പ്രോസിക്യൂഷന് നൽകിയ കത്ത് ഇത് മുൻകൂർ ജാമ്യം റദ്ദാക്കാനാകുന്ന സാഹചര്യം നിലവിലില്ല എന്ന് കാണിച്ചുകൊണ്ട് SIT നൽകിയ കത്ത് തിരിച്ചു കൊടുക്കുന്ന, മടക്കി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു പോയത്. അതായത് മുകേഷിന്റെ മുൻകൂർ ജാമ്യം തുടരുമെന്നൊരു ഇത് തന്നെയാണ് ഉള്ളത്. എന്തായാലും SIT ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ പോലും മുകേഷിന് ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ പോലും അന്വേഷണ സംഘത്തിന് മുൻപ് ഏത് സമയത്തും ഹാജരാകണം എന്നൊരു നിർദ്ദേശം കൂടി അതിന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ കേരളം വിട്ട് പുറത്തു പോകരുതെന്നും പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ക്ലോസ് വെച്ചിരുന്നപ്പോൾ പോലും
മുൻകൂർ ജാമ്യം നൽകുന്ന സാഹചര്യത്തിൽ പോലും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു. സംവിധായകൻ രഞ്ജിത്ത് ഇന്ന് ഇതിന്റെ ഭാഗമായി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനെത്തി ഹാജരാകുകയും ചെയ്തു. മറ്റ് താരങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട നടപടികളും കൂടുതൽ ഊർജിതമാക്കുകയാണ് പോലീസ്. സ്പോട്ട് ലൈവിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ മാസം 7 വൈകിട്ട് 6 മണിയോടെയെന്ന് പോലീസ് കണ്ടെത്തൽ. സുഹൃത്തായ അജയനെ അടിയന്തരമായി കുഴിയെടുക്കാനായി മാത്യു വിളിച്ചു വരുത്തി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാലിന്യം മൂടാനാണ് കുഴിയെന്നാണ് പറഞ്ഞത്. മദ്യപിച്ച് ലക്കുകെട്ട നിലയിൽ മാത്യുവും ശർമ്മിളയും കുഴിയെടുക്കുന്ന സ്ഥലത്ത് അരികിലുണ്ടായിരുന്നു. കൊലപാതക ശേഷം ഉടൻ തന്നെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയ അജയന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. അതേസമയം കേസിലെ പ്രതികൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് കലബൂരിലെ വയോധികയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വ്യക്തമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ഇവർ എവിടെയെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ ശരണ്യ? ടോം, ഈ പ്രതികളെ സംബന്ധിച്ച് കൂടുതൽ 2 സ്റ്റേറ്റുകളിലായാണ്, അതായത് തമിഴ്നാടും ഒപ്പം തന്നെ കർണാടകവും അടങ്ങിയ 2 സംസ്ഥാനങ്ങളിലായാണ് പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരണം നടന്നത് 7-നാണ് എന്ന് സ്ഥിരീകരിക്കുന്ന മൊഴികളും അതിന് സാഹചര്യമായ തെളിവുകളും പോലീസിന് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. കൊലപാതകം നടന്നത് 7 വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ആ ദിവസം തന്നെയാണ് ഇയാളുടെ സുഹൃത്തായ, അതായത് മുഖ്യ പ്രതിയുടെ മാത്യുവിന്റെ സുഹൃത്തായ അജയനെ കുഴിയെടുക്കുന്നതിനായി ഇവർ വീട്ടിലേക്ക്, അതായത് മൃതദേഹം കണ്ടെടുത്ത വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. അവിടെ ആ കുഴി എടുക്കുകയും വൈകിട്ടോടുകൂടി അത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നാളെ മാലിന്യം മൂടുന്നതിന് വേണ്ടിയുള്ള കുഴിയാണ്, ഇന്ന് രാത്രി തന്നെ കുഴി എടുത്തു തരണം, അവർ രാവിലെ എത്തുമെന്നുള്ള വിവരമാണ് ഇവർ പങ്കുവെക്കുന്നത്, അതായത് മാത്യുവും ശർമ്മിളയും. അതിനുശേഷം പിന്നീട് മാത്യു ഇവരോട്, അതായത് തൊട്ട അയൽവാസി വിവരം നൽകിയിട്ടുള്ളത് മാത്യുവും ശർമ്മിളയും ആ സമയത്ത് അജയന്റെ അടുത്ത് കുഴി എടുക്കുന്ന സമയത്തുണ്ട്. അവിടെ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത് എന്നുള്ള വിവരം അവർ അയൽവാസി പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഇനിയും അജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് പിറ്റേ ദിവസം അവിടെ അജയൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, ശുചിമുറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അജയൻ അവിടെ എത്തുന്നുണ്ട്. അജയൻ അവിടെ എത്തിയ ശേഷവും ഈ കുഴി, രാത്രി എടുത്ത കുഴി രാവിലെ മൂടിയിരിക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ സംശയവും ഉണ്ടായില്ല എന്ന ചോദ്യം അതിന് പോലീസിന് കൃത്യമായൊരു മറുപടി നൽകാൻ അജയന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആ കുഴി എടുത്ത ഭാഗത്തിന് മുകളിലായി വീടിനകത്ത് ഒരു പഴയ കട്ടിലിന്റെ പ്ലൈവുഡ് ഒടിച്ച് അത് വെച്ച് അതിന് മുകളിൽ സിമന്റ് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ സംശയാസ്പദമായ രീതിയിലുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടും അജയന് അത് സംബന്ധിച്ച് മറ്റ് ധാരണകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം നൽകുന്നതിനെ സംബന്ധിച്ച് പോലീസ് ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്. കാരണം അജയൻ ചോദ്യം ചെയ്യുന്നതിനിടയിൽ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ അജയനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒപ്പം ഈ 2 പ്രതികൾക്കുമായി ഒരു കാര്യം കൂടി, കാരണം ഈ കഴിഞ്ഞ മാസം 7-നാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് പറയുന്നു. അതിന് എന്നാണ് ഇവർ ഈ പ്രതികളായിട്ടുള്ള മാത്യൂസും ശർമ്മിളയും നാട് വിട്ടത്? ഈ കൊലപാതകത്തിന് ഈ വയോധികയെ കൊലപ്പെടുത്തി ഉടൻ തന്നെ അവർ സംസ്ഥാനം വിട്ടിരിക്കാനുള്ള, അല്ലെങ്കിൽ ഇവിടുന്ന് ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യത കൂടി കാണേണ്ടതല്ലേ? അല്ലല്ല, ഇവര് ഒളിവിൽ പോയിരിക്കുന്നത് കഴിഞ്ഞ 4-ാം തീയതിയാണ് കടവന്ത്ര പോലീസിൽ ഇവരുടെ മകൻ, അതായത് മരിച്ച സുഭദ്രയുടെ മകൻ പരാതി നൽകുന്നത്. പിന്നീട് 6 കൂടി കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ 6-ന് ശേഷം ഇവർ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നും ടവർ ലൊക്കേഷൻ അനുസരിച്ച് ഈ സുഭദ്ര എത്തിയിരിക്കുന്നത് കലവൂരിലാണ് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമാകുന്നു.
അങ്ങനെ ഈ സുഭദ്രയുമായി ദീർഘകാല ബന്ധമുള്ള ആളാണ് ഷർമിള. ഷർമിളയുടെ ഫോണിൽ കടവന്ത്ര പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. ബന്ധപ്പെട്ട് ഇവർ സുഭദ്ര എത്തിയിട്ടില്ല. അതായത് സുഭദ്രയെ ഇവർ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് പിറ്റേ ദിവസം തന്നെ ഇവർ എറണാകുളത്തേക്ക് തിരിച്ചയച്ചു എന്നുള്ള മറുപടി കടവന്ത്ര പോലീസ് നൽകുന്നു. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി, കൂടുതൽ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. പക്ഷേ ആ നിർദ്ദേശം ലഭ്യമായതിനു ശേഷം ഇവരുടെ രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിനുശേഷമാണ് ഇവർ ഒളിവിൽ പോയത് എന്നുള്ളത്. ഏകദേശം ഒരാഴ്ചക്ക് മുകളിലായി ഇവർ ഒളിവിലാണ്. പോലീസിന്റെ ഒരു കണക്ക് കൂട്ടൽ ഇവർ രണ്ടുപേരും മദ്യത്തിന് അടിമകളാണ്. അതുകൊണ്ട് തന്നെ ബാറുകളും സംസ്ഥാനത്തിന് പുറത്തെ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വേളാങ്കണ്ണിയിൽ എത്തിയിരുന്നു എന്നും ഒപ്പം തന്നെ ഉടുപ്പിയിൽ സ്വർണം വിറ്റിട്ടുണ്ട് എന്നുള്ള സ്ഥലങ്ങളും ഒക്കെ കണ്ടെത്താൻ പോലീസിനായിട്ടുണ്ട്. അന്വേഷണ സംഘം ഇവരുടെ പിറകെ തന്നെ ഉണ്ട്. ടോം. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. പ്രതികളിലേക്ക് ഉടൻ തന്നെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നേരിട്ട